ശ്ലോകം 7. അങ്ങനെ ഭൃഗാസുര കഥ കഴിഞ്ഞു. ഭൃഗുമഹർഷി ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. നൈമിഷാരണ്യത്തിൽ ശൗനകാദികളാകുന്ന മഹർഷിമാർ, 88,000 മഹർഷിമാർ ഭാഗവത കഥ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നാരദനോട് എത്തിച്ചേർന്നു. അവരെന്തെന്നില്ലാത്ത സന്തോഷത്തോടെ നാരദനെ സ്വീകരിച്ചു. ഒരനുഗ്രഹ പ്രഭാഷണം ഒന്ന് ചെയ്തുകൂടെ? അപ്പം നാരദൻ പറഞ്ഞു, നിങ്ങളിവിടെ ഈ വിധത്തിലുള്ള സത്രം നടത്തുന്നത് വളരെ സന്തോഷമുണ്ട്, നല്ലത് തന്നെയാണ്. പക്ഷേ ഈ സത്രം 1000 വർഷം നീണ്ടു നിൽക്കുന്ന സത്രമാണ്, ഓർമ്മ വേണം. 1000 വർഷം നീണ്ടു നിൽക്കുന്ന സത്രം. ഈ 1000 വർഷം ഈ 88,000 മഹർഷിമാർക്ക് ആഹാരം കൊടുക്കണം. 1000 വർഷം എല്ലാം ശൗനകനാണ് ചെയ്യുന്നത്. ശൗനകോ മഹാശാല, വലിയ പണക്കാരൻ, വലിയ കുടുംബിയാണ്. പക്ഷേ ആ പണം മുഴുവൻ നല്ല കാര്യത്തിനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത്രത്തോളം ബുദ്ധിമുട്ടി നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, ഇതിൻ്റെ അവസാനത്തിൽ യാഗത്തിൻ്റെ ഫലം നിങ്ങൾ ആർക്കാ കൊടുക്കാൻ പോകണം? ഞങ്ങളത് ചിന്തിച്ചില്ല, അത് പറ്റില്ല, അത് നേരത്തെ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ചിലർ പറഞ്ഞു, ബ്രഹ്മാവല്ലേ നമ്മൾ സൃഷ്ടിച്ചത്, ബ്രഹ്മാവിന് കൊടുക്കാം. ചിലർ പറഞ്ഞു, അല്ലല്ല, നമ്മളെ പരിപാലിക്കുന്നത് വിഷ്ണുവാണ്, വിഷ്ണുവിന് കൊടുക്കാം. അപ്പോൾ ചിലർ പറഞ്ഞു, അല്ലല്ല, ഒടുവിൽ സംഹരിക്കുന്ന ആൾ ശിവനാണ്, അദ്ദേഹത്തിന് വെച്ചാൽ ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയെങ്കിലും അധികം കിട്ടില്ലേ, കുറച്ച് കാലം കൂടി കിട്ടില്ലേ, അധികം വിചാരിച്ചാൽ. അങ്ങനെ 3 പേരുടെ പേര് പറഞ്ഞു, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ത്രിമൂർത്തികൾ. അപ്പം നാരദൻ പറഞ്ഞു, നിങ്ങൾ 3 പേരുടെ പേരാണ് പറഞ്ഞത്, 3 പേരും ത്രിമൂർത്തികളാണ്. ഈ ത്രിമൂർത്തികളിൽ ആരാണ് ശാന്തൻ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം, അയാൾക്ക് കൊടുക്കും. ലഹളിയിടുന്ന ആൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല, ശാന്തനായിട്ടുള്ള ആൾക്ക് വേണം കൊടുക്കാൻ. അപ്പോൾ ആരാ കണ്ടുപിടിക്കുക? അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ പുത്രനായ ഭൃഗു അവിടെയുണ്ട്, സുസമ്മതനാണ്, എല്ലാവർക്കും അസുരന്മാർക്ക് പോലും ഇഷ്ടമാണ്. ഭൃഗുവിനെ തിരഞ്ഞെടുത്തു. ഭൃഗുവിനെയൊക്കെയാണ് ഭൃഗും കില സരസ്വതീ നികടവാസിന. സരസ്വതി നദിയുടെ തീരത്താണ് ഇവരെല്ലാവരും ഈ വിധത്തിൽ ഒരു സത്രം നടത്തിയിരുന്നത്. താപസാഹ, എല്ലാവരും തപസ്വികളാണ്. അതാണ് 88,000 മഹർഷിമാർ എന്നാണ് പറയുക. നൈമിഷാരണ്യം ഈയിടെ ഞങ്ങൾ പോയതാണ്, നൈമിഷാരണ്യം. അപ്പോൾ അവിടെ സരസ്വതി നദിയുടെ തീരത്ത് ഈ 88,000 മഹർഷിമാർ സത്രം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഭൃഗുവിനെ തിരഞ്ഞെടുത്തു. എന്തിന്? ത്രിമൂർത്തികളിൽ ആരാണ് ശാന്തനെന്നറിയാൻ. ത്രിമൂർത്തിഷു സമാധിശൻ അധിക സത്വതാം വേദിതും. അധികം സത്വഗുണം ആർക്കാണെന്ന് അറിയാൻ, അധിക സത്വതാം വേദിതും അറിയാൻ വേണ്ടി ത്രിമൂർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്, സത്വഗുണ പ്രധാനി ആരാണ് എന്നറിയാൻ വേണ്ടി ഭൃഗുവിനെ തിരഞ്ഞെടുത്തു. ഭൃഗു പുറപ്പെട്ടു. ആദ്യം അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോവാം. അച്ഛന് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ടല്ലോ അവിടെ. അവിടെ പോയി എല്ലാവരും അടച്ചിരിക്കുകയാണ്. ഋഷിമാർക്ക് ധർമ്മത്തിനെക്കുറിച്ച് ഉപദേശിക്കുകയാണ് ബ്രഹ്മാവ്. നാരദനെ തള്ളി തുറന്നു. ബ്രഹ്മാവ് കണ്ടു, ഒരു നോട്ടം, ഒന്നും പറ്റിയില്ല. പോയി ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് ഒരു പീഠം അങ്ങോട്ട് വലിച്ചിട്ട് കയറി അതിലിരുന്നു. നല്ലവണ്ണം കണ്ണ് തുറപ്പിച്ച് നോക്കി. അവിടുന്ന് അങ്ങോട്ട് എണീച്ചു. അയം പുനരനാദരാ,
ബ്രഹ്മാവിനെ അനാദരിച്ചു, നമസ്കരിച്ചില്ല, സമ്മതം ചോദിച്ചില്ല. അങ്ങനെ ബ്രഹ്മാവിനെ അനാദരിച്ചതുകൊണ്ട് ഉദിതരുദ്ധരോഷേ വിധവും ബ്രഹ്മാവ് വർദ്ധിച്ചതായ ദേഷ്യത്തോടി ഒന്നും പറഞ്ഞില്ല, മുഖഭാവം കൊണ്ട് ആ ദേഷ്യം വ്യക്തമാക്കി. അവിടുന്ന് അങ്ങോട്ട് എണീച്ചു. ഞാൻ എന്തിനാ വന്നറിയോ? ദേഷ്യമുണ്ടോ നോക്കാൻ. ദേഷ്യമുണ്ട്, അതുകൊണ്ട് ഭൂമിയിൽ നടന്ന യാഗത്തിൻ്റെ ഫലം നിങ്ങൾക്കില്ല. അവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അനുജൻ്റെ അടുത്തേക്ക് പോവാം. ശിവൻ ഹരേ വിജജിഹിംസിഷൗ, ശിവൻ്റെ അടുത്തേക്ക് തന്നെ. ഹരനാണ് ശിവൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവിടെ നല്ല സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നന്ദീശ്വരൻ പറഞ്ഞു, അയ്യോ അങ്ങനെ ചോദിക്കാതെ കൊണ്ട് പോകാൻ പറ്റില്ല, ഞാൻ ഇന്ന് ചോദിച്ചിട്ട് വരാം. ഒരു തട്ട് തട്ടി നന്ദീശ്വരനെ, എൻ്റെ അടുത്തേക്ക് പോകുന്ന എൻ്റെ സമ്മതം വേണോ എന്ന് പറഞ്ഞത്. ഇത് ശിവൻ കണ്ടു. ശൂലം കൈപ്പിടിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് കുത്താനിങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോഴേക്ക് പാർവതി പിന്നാലെ നിന്ന് പിടിച്ചു. ഹരേ വിജജിഹിംസിഷൗ ഗിരിരയാധൃതേ, ഗിരിയിൽ നിന്ന് ജാതയായ ഹിമവാൻ്റെ പുത്രിയായ ആ പാർവതി ധരിച്ചു, പിടിച്ചു, ആ ശൂലത്തിനെ പിടിച്ചു. അങ്ങനെ കൊല്ലാതെ വിട്ടു. അവിടെയും മാറി നിന്നു. ഞാൻ എന്തിനാ വന്നറിയോ? ദേഷ്യമുണ്ടോ നോക്കാൻ. നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിൻ്റെ രൂപത്തിനെ ആരും പൂജിക്കാതെ പോട്ടെ, നിൻ്റെ ലിംഗത്തിനെ മാത്രം പൂജിക്കട്ടെ. ഇറങ്ങിയുണ്ട്. ത്വാമകൽ, ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ അടുത്തേക്ക് വന്നു. ഭൃഗു മഹർഷി ആരാണ്, ത്രിമൂർത്തികളിൽ ആരാണ് ശാന്തൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് ദേഷ്യത്തോടുകൂടി പെരുമാറിയതുകൊണ്ട് അദ്ദേഹത്തിന് ബലമില്ല എന്ന് പറഞ്ഞ് അപ്പം തന്നെ കമ്മീഷൻകാരൊക്കെ ഇങ്ങനെയാണ് ഇതാവേണ്ടത്, ജഡ്ജ്മെൻറ്റ് ഉടനെ കൊടുക്കണം, പിന്നെ കേൾക്കുന്നില്ല, ഉടനെ ജഡ്ജ്മെൻറ്റ്. അങ്ങേക്ക് യാഗത്തിൻ്റെ ഫലമില്ല പറഞ്ഞിട്ടാണ് ഇറങ്ങണം. അതുപോലെ ശിവൻ്റെ അടുത്തും അങ്ങ് യാഗത്തിൻ്റെ ഫലം നിനക്ക്, അവിടെ നിനക്ക് എന്നാണ് പറഞ്ഞു, നിനക്ക് യാഗത്തിൻ്റെ ഫലമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഇറങ്ങി. എന്നിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ എന്തായാലും എന്നെ ബഹുമാനിക്കാതിരിക്കില്ല. എന്താണ്? ലക്ഷ്മി മകളാണ്, ഭൃഗുവിൻ്റെ മകളാണ് ലക്ഷ്മി. അപ്പോൾ എത്രയായാലും ഫാദറിലല്ലേ അല്ലേ ശിവശൂരൻ. അതുകൊണ്ട് സന്തോഷത്തോടെയാണ് അങ്ങോട്ട് പോയത്.